എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. വിഷയം ഒലീവിയ തന്നെയാണ്. ഒലീവിയയുടെ വിഷയങ്ങൾ ഇങ്ങനെ പാറി പറക്കുകയാണ്. കേരളമൊട്ടാകെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇങ്ങനെ ചന്നം ഭിന്നം പറന്ന് നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒലീവിയയിലെ അച്ചു, അതിൻ്റെ ഓണർ, അവർ ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം വരുന്ന ഒരു വീഡിയോ ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റി. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അൽത്താഫിൻ്റെ ചാനലിൽ ഒരു സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവരെ ശരിക്കും ഇൻ്റർവ്യൂ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം അവരെ തന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്, അവരുടെ CCTV ക്യാമറ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി അവർ ആ ബിൽഡിങ്ങിൽ ഈ ഓൺലൈൻ സംഭവം ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അൽത്താഫിൻ്റെ വീഡിയോയിൽ കേൾക്കുന്നു 3 വർഷമൊന്നും ആയിട്ടില്ല ഇവിടെ വന്നിട്ട് ഏകദേശം 8-9 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അൽത്താഫ് എടുത്ത് ചോദിക്കണ്ട, ഈ CCTV വയ്ക്കാൻ ഇങ്ങനൊരു കോൺട്രവേഴ്സി വരേണ്ട കാര്യം വന്നോ എന്ന് ചോദിക്കണ്ട. ഇല്ല, അതുകൊണ്ട് വെച്ചതൊന്നും അല്ല. അവിടെ കിടന്ന് ഉരുളുകയാണ്. അതുകൊണ്ട് വെച്ചതല്ല. CCTV വെക്കണമെന്ന് തോന്നി അങ്ങനെ വെച്ചതാണ്. അതിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും അവിടെ CCTV ക്യാമറ വരുന്നത്, വയ്ക്കാൻ പോകുന്നത്, വെച്ചിട്ടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് അതിനകത്ത് ഈ ആരോപണ വിധേയമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കുന്നില്ല. എനിക്കതിന് ഒരു സത്യസന്ധമായ സംസാരമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവർ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ ഒരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി വീഡിയോകളാണ് യൂട്യൂബിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരായിട്ട്. ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു കാരണം, ഇന്ന് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലുണ്ട്. അതിനകത്ത് ഇവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഒലീവിയക്കെതിരെ കൂടുതൽ തെളിവുകൾ മറുനാടൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഇറ്റ്സ് മീ കൺമണി ആ കുട്ടിയാണല്ലോ തുടങ്ങി വെച്ചത്. കാരണം ആ കുട്ടി ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയതാണ്. ഈ ഒരു ഒലീവിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഒരു ചോദ്യം ആ കുട്ടി ചോദിച്ചു. ആ ഒരു കാര്യം മാത്രമേ കുട്ടി ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് തുടങ്ങിയ ഒരു കത്തലാണ്. ഒരു തീ കനലിട്ട് കൊടുത്തു. അവിടെ നിന്ന് ഒരാളി കത്തലായിരുന്നു. എല്ലാവരും ഒരു 1800ഓളം കമൻസ് ഇപ്പോൾ ആ കുട്ടിയുടെ ആ പ്രൊഫൈലിലുണ്ട്, ആ വീഡിയോയുടെ താഴെയുണ്ട്. അതിനകത്ത് 4-5 പോസിറ്റീവ് കമൻറ്റ് ഒഴിക്കുക, ബാക്കിയെല്ലാം നെഗറ്റീവ് കമൻസാണ്. അതിലൊരു കമൻറ്റ്, എനിക്ക് തോന്നുന്നു ജോയ്സി എന്ന് പറയുന്ന പേരിൽ ഒരു കമൻറ്റ് ഭയങ്കര പോസിറ്റീവായിട്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്, നിങ്ങളെന്താ പ്ലാൻ ചെയ്താണോ വരുന്നത് ഇങ്ങനെ ചെയ്യുന്നത്, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര മാസമായി, എനിക്ക് കഴിഞ്ഞ മാസത്തെ 13,000 രൂപയോ എന്തോ പറഞ്ഞിട്ട് അടുത്ത മാസം ഞാൻ വാങ്ങാൻ പോകുന്ന പേയ്മെൻറ്റ് 40,000 രൂപയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ കുട്ടിക്ക് ഇതേ സ്ഥാപനം ഫൈൻ അടിച്ചൊരു കഥ നമുക്ക് കേൾക്കണ്ടേ? നമുക്കൊന്ന് കേട്ടാലോ? കേട്ട് നോക്കാം. നമസ്കാരം. അടൂരിലെ ഒലീവിയ ഡിസൈൻ എന്ന സ്ഥാപനത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മറുനാടൻ തന്നെ ഇന്ന് ഒരു വാർത്ത ചെയ്തിരുന്നു. ഇന്ന് തൊട്ട് പിന്നാലെ ഇപ്പോൾ മറുനാടൻ മറ്റൊരു വിവരം കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. കൺമണി എന്ന പെൺകുട്ടിയാണ് ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്നത്. അതിനടിയിൽ ഒരുപാട് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി കമൻറ്റിട്ട ഒരു വിവരമാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതായത് ജോയ്സി എന്ന ഒരു പെൺകുട്ടിയാണ് ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ, നിങ്ങളെല്ലാവരും കൂടി പ്ലാൻഡായിട്ട് ചെയ്യുന്നതാ, ഞാനും ഇവിടെ 2 മന്ത്സായിട്ട് വർക്ക് ചെയ്യുന്നതാ, ഇതുവരെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, വളരെ നല്ല പെരുമാറ്റം തന്നെയാണ്. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് 13 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയത് 20,000 രൂപയാണ്. ഇന്ത്യയിൽ എവിടെ കിട്ടും ഇങ്ങനെ സാലറി? പിന്നെ ഇപ്പോൾ സെക്കൻഡ് മന്ത് സാലറി ഇപ്പോൾ തന്നെ എനിക്ക് അറൗണ്ട് 4,000 ആയിട്ടുണ്ട്. 4,000 അല്ല, 40,000 ആണ്. അത് പീയൂഷിന് മാറിപ്പോയതാണ്. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 40,000 ആണ് ഈ മാസത്തെ സാലറി എന്നാ കുട്ടി, നെക്സ്റ്റ് മന്ത് സാലറി വാങ്ങാൻ പോകുന്നത് എന്നാ കുട്ടി പറയുന്നുണ്ട് ആ കമൻറ്റിനകത്ത്. ബാക്കി കേൾക്കുക. പിന്നെ ഇവിടെ ജോലി ചെയ്തവർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വരുന്നതൊക്കെ കള്ളമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഇത് പൊളിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് മറുനാടൻ എക്സ്ക്ലൂസീവായി എത്തിക്കുന്നത്. അതായത് ഈ ഷോപ്പിൻ്റെ ഉടമ എന്ന് പറയുന്ന സിബി അശ്വതിയുടെ ഭർത്താവാണ്. ഈ സിബിയുടെ ഒരു വോയിസ് മെസ്സേജാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ ജോയ്സിക്കെതിരെ നടപടിയെടുത്ത, അതായത് ഫൈൻ ഈടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ മറുനാടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം 10-100 പ്രോഡക്റ്റ് മാറ്റിവെച്ചു, ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു വെച്ചു, ഞാൻ ഫൈൻ ഇട്ടു, വീണ്ടും വിട്ടുവീഴ്ച ചെയ്തു. ഇത് 14,000 രൂപ ഫൈൻ അടയ്ക്കാതെ ജോയ്സി ഇനിയും ഇവിടെ ബില്ലടിക്കാം, പക്ഷേ ഫൈൻ 10,000 രൂപ ഞാൻ അടച്ചോളാം, സാലറിയിൽ നിന്ന് എൻ്റെ 10,000 രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒപ്പിടാതെ നാളെ മുതൽ ജോയ്സിയുടെ ഒരു ബില്ലും അടിച്ചേക്കത്. റിസൈൻ ചെയ്തോ, 6 ദിവസം കഴിഞ്ഞ് ക്യാഷും തരാം, 6 ദിവസം കഴിഞ്ഞ് മൊബൈലും തിരിച്ച് വാങ്ങിച്ചോ. 10,000 രൂപ ഫൈൻ. 10,000 രൂപ. എൻ്റെ കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്താൽ
ഏതവളായാലും എൻ്റെ സ്ഥാപനത്തെ ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല. മിനിമം 10,000 ഫൈനാണ്. എൻ്റെ കസ്റ്റമർ, എൻ്റെ കിങ് ആണ് എൻ്റെ കസ്റ്റമർ, എൻ്റെ അന്നമാണ് കസ്റ്റമർ. എവിടുന്നൊക്കെ വന്ന നീയൊക്കെ എൻ്റെ കസ്റ്റമറെ ഫാൾട്ടാക്കിയാൽ ഒരു രീതിയിലും അംഗീകരിക്കത്തില്ല, അംഗീകരിക്കാൻ പോകുന്നില്ല. ജോയ്സി ബില്ലടിക്കണമെങ്കിൽ 10,000 രൂപ എൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ മുതൽ ജോയ്സിക്ക് ബില്ലടിക്കാൻ പാടില്ല. റിസൈൻ ചെയ്തെങ്കിൽ ജോയ്സിന് റിസൈൻ ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. 60 ദിവസം കൊണ്ട് ബാക്കി ക്യാഷും തരും, മൊബൈലും തിരിച്ചു തരും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ പറ്റൂ. നാളെ തൊട്ട് ഇത് കണ്ടീഷൻ അംഗീകരിക്കാതെ ജോയ്സിനെ ബില്ലടിക്കാൻ പാടുള്ളതല്ല. ഒരു റീസണുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഇത് എൻ്റെ കസ്റ്റമറെ ബാധിക്കുന്നതാണ്. എൻ്റെ കസ്റ്റമർക്ക് നൊന്താൽ ഏതവളായാലും ഒരു വിട്ടുവീഴ്ച ഇതിൽ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഈ ഓഡിയോ സന്ദേശം കേട്ടതോടുകൂടി പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതെല്ലാം ഈ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇടിക്കുന്ന കമൻറ്റുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല, ഇവർ നിഷ്കളങ്കരാണ്, ഇവർ സത്യസന്ധരാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ID-യിലെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്? കാരണം ഓഫ് ചെയ്തില്ലെങ്കിൽ അവിടെ നിരവധി പേർ വന്ന് കമൻറ്റ് ചെയ്യും, മറ്റുള്ളവർ കാണും എന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിരവധി പേർ ഇത്തരം അനുഭവമായി രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വരും ദിവസങ്ങളിലും മറുനാടൻ ഇവിടെ ജോലി ചെയ്ത ജീവനക്കാരുടെ അഭിമുഖം പുറത്തുവിടുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്ന് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഈ ജോയ്സി കഴിഞ്ഞ ദിവസം ഞാനും ആ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നെഗറ്റീവ് കമൻറ്റിൻ്റെ ഇടയിൽ കൂടി ഒരു പോസിറ്റീവ് കമൻറ്റ്. ആ കമൻറ്റാണ് ഇപ്പോൾ പറഞ്ഞ ഈ ജോയ്സിയുടെ കമൻറ്റ്. അതേ ജോയ്സിക്ക് ഒലീവിയയിലെ സിബി അടിച്ചു കൊടുത്ത ഫൈനാണ് 10,000 രൂപ. എന്താ കാരണം? അവരുടെ കസ്റ്റമറിനെ ഫോൾട്ടാക്കി, എന്തോ മിസ്ലീഡ് ചെയ്തു, അതാണ് സംഭവം. അതിന് 10,000 രൂപ ഫൈൻ അടിച്ചു കൊടുത്തേക്കാണ്. ഇവർ വലിയ ഘോരഘോരം വാദിക്കുന്നുണ്ട്. ഞങ്ങൾ 25,000 മുതൽ 40,000 രൂപ വരെ സാലറി കൊടുത്താണ് ആളുകളെ ഹയർ ചെയ്യുന്നത്. ഇവിടെ 3 മണിക്കൂർ പണിയെടുത്താൽ മതി. പക്ഷേ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കേൾക്കുന്ന വീഡിയോകൾ അല്ലെങ്കിൽ കാണുന്ന വീഡിയോകളിൽ അവിടെ പണിയെടുത്ത ഓരോ സ്റ്റാഫുകളും പണിയെടുത്ത് പുറത്ത് പോയ ഓരോ സ്റ്റാഫുകളും പറയുന്നുണ്ട് അവിടെ അങ്ങനെ രാവിലെ 9 മണിക്ക് ജോയിൻ ചെയ്ത് വൈകുന്നേരം 5:30 ഇറങ്ങുന്ന പരിപാടിയല്ല. അവർ കാശ് കൊടുത്ത് മേടിക്കുന്ന ഫോൺ, ആ ഫോണിൽ ഇവരൊരു സിമ്മ് കൊടുക്കും. ആ സിമ്മ് വെച്ചിട്ട് ഈ കുട്ടികൾ കസ്റ്റമേഴ്സിനെ കോൺടാക്ട് അങ്ങോട്ടല്ല ചെയ്യുന്നത്, ഇവരുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുവാണ് ബൾക്കായിട്ടൊക്കെ സാധനം എടുക്കാൻ. അതെല്ലാം ശരി തന്നെയാണ്. ആ വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോൾ കണ്ടിന്യൂസ് മെസ്സേജാണ് വരുന്നത്. ഈ മെസ്സേജിനൊക്കെ കുട്ടികൾ റിപ്ലൈ ചെയ്യണം. എവിടെയെങ്കിലും റിപ്ലൈ വന്നില്ല അല്ലെങ്കിൽ ചെന്നില്ല എന്ന് ഏതെങ്കിലും കസ്റ്റമർ ഇവർക്ക് കംപ്ലയിൻറ്റ് കൊടുത്താൽ ഏത് നമ്പറാണോ ആ മെസ്സേജ് റെസ്പോണ്ട് ചെയ്യാത്തത് ആ നമ്പർ യൂസ് ചെയ്യുന്ന കുട്ടീനെ ഇവർ വല്ലാണ്ട് ഹരാസ് ചെയ്യും, ഫൈൻ അടിക്കും. തൊട്ടേനും പിടിച്ചതിനൊക്കെ ഫൈനാണ്. ഇന്ന് അൽത്താഫിൻ്റെ വീഡിയോയ്ക്ക് അൽത്താഫ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഇടാത്തതിനൊക്കെ ഫൈൻ ഈടാക്കാറില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു പുച്ഛം പോലെയാണ് അവരിയ്ക്കുന്നത്. ഇതൊക്കെ ആരാ പറയുന്നത് എന്ന ലെവലിൽ. പക്ഷേ ഇതൊക്കെ അവിടെ അനുഭവിച്ച കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനോ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ഇവരെ തകർക്കാൻ വേണ്ടി നടക്കുന്ന മാഫിയയോ ഒന്നും പറഞ്ഞതല്ല. അവിടെ വർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ കുട്ടികൾ പറഞ്ഞതാണ്. അവർ പറയുന്നത് അവരോടുള്ള അസൂയ കൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ അവർക്കെതിരെ തിരിയുന്നത്. ഒരാളോ 2 പേരോ ആണ് ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെതിരെയോ തിരിയുവാണെങ്കിൽ അത് ആ 2 വ്യക്തികളുടെ തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കൂട്ടം ആളുകൾ, ഒരു മാസ് ഓഫ് പീപ്പിൾ ഒരു സ്ഥാപനത്തിനെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ തിരിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ആ വ്യക്തികളുടെ പ്രശ്നമല്ല, ആ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രശ്നമാണ്, അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ ആ മിസ്റ്റേക്ക് ഇവർ അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം, മറുനാടൻ ഇപ്പോൾ ഇതൊരു വാർത്തയാക്കി. പക്ഷേ മറ്റൊരു ചാനലുകാരും മുഖ്യധാരാ മാധ്യമങ്ങളിലുള്ള മറ്റൊരു ചാനലും ഇതൊരു വാർത്തയായി കണ്ടില്ല. ഇത്രയധികം കോലാഹലങ്ങൾ യൂട്യൂബിൽ നടന്നിട്ടും, ഇത്രയധികം ആളുകൾ വീഡിയോ ഇട്ടിട്ടും, ഇത്രയധികം ആളുകൾ തെളിവ് സഹിതം കാണിച്ചിട്ടും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇതൊരു വാർത്തയാക്കി മാറ്റിയിട്ടില്ല. അതെന്താ കാര്യം മനസ്സിലാവുന്നില്ല. ഒരു അന്വേഷണവും ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ഇനി കേസ് കൊടുത്താലേ അന്വേഷണം ഉണ്ടാവത്തുള്ളൂ. പക്ഷേ പഴയ കേസുകൾ അവിടെ കുറേ ഉണ്ട്. അതിൻ്റെ പേരിലും പ്രത്യേകിച്ച് അന്വേഷണമൊന്നും നടന്നിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ഒലിവിയയിൽ അച്ചു വെല്ലുവിളിക്കുന്നൊരു കാര്യമുണ്ട്. ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കെങ്കിലും 15,000 രൂപയിൽ താഴെ ചെക്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ചെയ്യാമെന്ന് പല ചാനലുകാരും അതിൻ്റെ തെളിവുകൾ കാണിച്ചിട്ടുണ്ട്. 6,900 സംതിങ് രൂപ, 10,000 സംതിങ് രൂപ, അത് എത്ര രൂപയുടെ ബിസിനസ് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. സാലറി അല്ല, ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം അവർ പറഞ്ഞ സാലറി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അൽത്താഫിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും അത് ഇൻസെൻറ്റീവായി. അപ്പോൾ അൽത്താഫ് ചോദിച്ചു, നിങ്ങൾ സാലറി എന്നല്ലേ പറഞ്ഞിരുന്നത്? അത് പണ്ടായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പം അങ്ങനെയല്ല പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുൻപും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്തും കേട്ടിരുന്നത് സാലറി എന്നായിരുന്നു. അപ്പോൾ ഇവരാരെയെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത്?
നാട്ടുകാരെന്തോ മണ്ടന്മാരാണോ? പിന്നെ കുറേ പാവപ്പെട്ട കുട്ടികൾ ഈ ഒരു മോഹന വാഗ്ദാനം കേൾക്കുമ്പോൾ, അതായത് 3 മണിക്കൂർ പണി, ബാക്കി സമയം എൻ്റർടൈൻമെൻറ്റ്, ഭക്ഷണം ഇഷ്ടം പോലെ, ഹോസ്റ്റൽ ഫെസിലിറ്റി, 25,000 മുതൽ 40,000 രൂപ വരെ സാലറി. ഇതാണ് അവരുടെ പരസ്യവാചകം. ഇത്രയും കേൾക്കുമ്പോൾ ആരാണ് ഇറങ്ങി ഓടാത്തത്? കാരണം ഒരു നഴ്സിംഗ് പഠിച്ചിട്ട്, അതും ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിട്ട്, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോയാൽ കിട്ടില്ല ഇത്രയും എമൗണ്ട്. അതുകൊണ്ടാണല്ലോ പല നഴ്സിംഗ് പഠിച്ചിറങ്ങിയ കുട്ടികളും വിദേശത്തേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ആൾക്കാർ നിൽക്കാത്തത്? സാലറി ഇല്ല. അവിടെയാണ് ഇവർ വന്നിട്ട് 3 മണിക്കൂർ എന്നാണ് പറയുന്നത്. 3 മണിക്കൂർ നിങ്ങൾ പണിയെടുത്താൽ മതി. പക്ഷേ ഈ 3 മണിക്കൂർ എന്നുള്ളത് ആര് തീരുമാനിക്കും? വിളിക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന കസ്റ്റമേഴ്സ് തീരുമാനിക്കണം. അവരുടെ 3 മണിക്കൂറിനുള്ളിലായിരിക്കും അവർ അയക്കുന്നത്, അല്ലാണ്ട് ഈ കുട്ടികളുടെ അല്ല. പലരും പറയുന്നുണ്ട് രാവിലെ 8 മണിക്കൊക്കെ ഇവർ മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 10:30, 11 മണിക്കൊക്കെയാണ് അവർ ഉറങ്ങുന്നതെന്ന്. ഈ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തിട്ട് കണ്ടിന്യൂസ് മെസ്സേജ്, ഒരു മെസ്സേജും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്ക് ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഈ കുട്ടികളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവരുടെ യൗവനം യൂസ് ചെയ്തിട്ട് ഇവർ കാശുണ്ടാക്കുന്നു. എന്നിട്ട് പലർക്കും ഇവർ 40,000 രൂപയുടെ ചെക്ക് കൊടുക്കുന്നു. അതും കഴിഞ്ഞ ദിവസം കേട്ടു, 4 പേരുടെ ചെക്ക് ഒരാളുടെ പേരിലേക്ക് മാറാൻ വേണ്ടി എഴുതി കൊടുക്കുന്നു. ഇങ്ങനെ കുറേ കഥകൾ ഒലിവിയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എന്തായാലും ഈ പറയുന്ന ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഇവർ തന്നെ ചെയ്യിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ഒലിവിയയിലെ അച്ചുവിനോട് എനിക്കൊരു വാക്ക്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല, കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒലിവിയയുടെ കമൻറ്റ് ബോക്സ്, നിങ്ങൾ വലിയ വീരവാദം ഇന്നലെ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത്. അതായത് ഇവിടുന്ന് ഇറങ്ങിപ്പോയി ആർക്കെങ്കിലും നിങ്ങൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെയോ വെല്ലുവിളികൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്, 20 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കുക, പാരിതോഷികം കൊടുക്കാം. ഞാൻ പാരിതോഷികം നിങ്ങളുടെ പൂജാമുറിക്കകത്ത് നിന്ന് നിങ്ങൾ ചലഞ്ച് ചെയ്തു, ഞാൻ 5 ലക്ഷം രൂപ പാരിതോഷികം നൽകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട്, നിങ്ങളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു നെഗറ്റീവ് കമൻറ്റും വന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാശ് ഞാൻ തരാം. അതിന് ആരെ എന്താ പറയുക, ആരെ കൊന്നിട്ടാണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സ്, നിങ്ങളുടെ വീഡിയോ, അത് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ, നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു നെഗറ്റീവ് കമൻറ്റെങ്കിലും വന്നില്ലെങ്കിൽ, അതായത് വരുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കണം, ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വരാൻ പാടില്ല, വന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാശ് ഞാൻ തരാം. ഓക്കെ. എനിവേ, ഇനിയും കൂടുതൽ വിവരങ്ങളും തെളിവുകളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലേക്കൊക്കെ വരട്ടെ. ഈ ഒരു സ്ഥാപനം ഇത്രയും കുട്ടികളെ പിഴിഞ്ഞുകൊണ്ട് ഇനി പ്രവർത്തിക്കണ്ട എന്ന് പറയേണ്ടി വരും. ഒരിക്കലും കേരളത്തിൽ ഒരു സ്ഥാപനവും പൂട്ടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരുപാട് പേരുടെ അന്നമാണ്, ജോലിയാണ്, വരുമാനമാണ്, കുടുംബം കഴിയേണ്ട മാർഗമാണ്. ഒരു സ്ഥാപനവും പൂട്ടിപ്പോകലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവരെ പോലെയുള്ള നികൃഷ്ട ജീവികൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്തും പിഴിഞ്ഞും അവരെ ഹരാസ് ചെയ്തും എന്തൊക്കെയാണ് അയാൾ പറയുന്നത്, ആ സിബി എന്ന് പറയുന്ന ആൾ പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ ഇനി ഇത്തരക്കാർ വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.